അന്ന് ഒരു ദിവസം സ്കൂളിൽ പോയില്ലിരുന്നെങ്കിൽ എവിടെയായിരുന്നു ഇപ്പൊ എന്റെ സ്റ്റേജ് എന്നുള്ള കാരണം വിഷ്വലി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 12ാമത്തെ വയസ്സിലാണല്ലോ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് സ്കൂൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഫാക്ടറികളിൽ മണിയടിച്ച് കയറ്റുന്നു, അതേപോലെ മണിയടിച്ചാണ് സ്കൂളിലേക്ക് വരുന്നത്. ഫാക്ടറികളിലേക്ക് വേണ്ട ക്ലറിക്കൽ തൊഴിലാളികൾ ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു അന്ന് സ്കൂള്, കോളേജ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് കാലഘട്ടത്തിനനുസരിച്ച് മാറി 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 വന്ന് പ്രൊഫഷണൽ കോഴ്സസ് വന്നു, ഇൻഡസ്ട്രി ഓറിയന്റഡ് സംവിധാനങ്ങൾ വന്നു. ഇങ്ങനെയൊക്കെ മാറുമ്പോൾ ബഹുഭൂരിപക്ഷം എഡ്യൂക്കേഷൻ ഇപ്പോഴും ആ ക്ലറിക്കൽ ബേസിൽ തന്നെയാണ് നിൽക്കുന്നത്. സൊസൈറ്റിയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവരൊരാളെ ഇവാലുവേറ്റ് ചെയ്യുക ആളുടെ ഒരു അക്കാഡമിക് സംഭവം വെച്ചിട്ടായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടായിരിക്കും കൂടുതലും ആൾക്കാർ അവർ ഇവാലുവേറ്റ് ചെയ്യുക. കാരണം എത്രത്തോളം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണോ ചെയ്യുന്നത്. കാരണം എഡ്യൂക്കേഷനിൽ വരുന്ന സമയത്ത് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ ഭയങ്കര റൈറ്റ് ടൈമിൽ വരികയും നമ്മുടെ IIT ഹൈബ്രിഡ് പ്രോഗ്രാം ഒക്കെ ഓപ്പൺ ചെയ്യുകയും IIT ജോധ്പൂരിലേക്ക് എന്ത് ചെയ്യാൻ പറ്റി, ജോയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് IIT അലുമിനി സ്റ്റാറ്റസും കിട്ടും, IITയുടെ എക്സ്പോഷർ കിട്ടും, IITയുടെ പ്രൊഫസേഴ്സിന്റെ ക്ലാസ് കിട്ടും, IITയിൽ വരുന്ന കമ്പനികളുടെ ഒരു ആക്സസ് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ഫുൾ ടൈം IITയിൽ പോകാതെ ഹൈബ്രിഡ് ആയിട്ട് പഠിക്കാൻ കഴിയും. എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ആ ഒരു മാറ്റത്തെ എങ്ങനെ കാണുന്നത്? ഹലോ, ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ സിയാദ. 2017 കൃഷ്ണവിലാസ് അപ്പർ പ്രൈമറി സ്കൂളിൽ ടാൽ റോപ്പ് പിക്ക് ചെയ്ത ഒരു കുട്ടി. ഇന്നിപ്പോൾ 19 വയസ്സൊക്കെ കഴിഞ്ഞ് 20ാമത്തെ വയസ്സിലേക്ക് എത്തി. ഇപ്പം IIT ജോധ്പൂരിലെ BSc AA സ്റ്റുഡൻ്റ് ആണ്, ഹൈബ്രിഡ് ബാച്ചിൽ. അതോടൊപ്പം തന്നെ മെൻവോയ് എന്നുള്ള ഒരു AA ക്ലാസ് റൂം ടീച്ചേഴ്സിനെയൊക്കെ നെക്സ്റ്റ് ലെവൽ എഡ്യൂക്കേഷനിൽ അപ്ഡേറ്റ് ചെയ്യുന്ന AA പ്രോപ്പറായിട്ട് സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റാർട്ടപ്പിന്റെ ഫൗണ്ടർ കൂടിയാണ്. വെൽക്കം സിയാദ്. ഹലോ. അപ്പൊ നമ്മള് അന്ന് 2017 പോയാൽ ഒരു സ്കൂൾ അസംബ്ലിയിൽ നിന്ന ഒരു കുഞ്ഞുമോൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, 11 വയസ്സുള്ള ഒരു കുഞ്ഞുമോൻ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് പ്രസന്റ് ചെയ്യാണ്, നിങ്ങളൊക്കെ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് നടന്നാൽ മതിയോ, ഒരു ഗെയിമൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങനെ എല്ലാവരെയും ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മളൊരു എൻട്രൻസ് എക്സാമിനേഷൻ അവിടെ എല്ലാവർക്കും, കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന 24 കുട്ടികളെയാണ്. 450 കുട്ടികൾ, 500 കുട്ടികളുണ്ട് ടോട്ടൽ. അപ്പൊ എന്ത് ക്രൈറ്റീരിയയിൽ സെലക്ട് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴേക്കാണ് നമ്മൾ വിചാരിച്ചെങ്കിൽ എല്ലാവർക്കും ഒരു ടെസ്റ്റ് നടത്താണ്. അങ്ങനെ ടെസ്റ്റ് നടത്തി, അങ്ങനെ അതിൽ സിയാദ് സെലക്ട് ചെയ്യപ്പെട്ടു. പിന്നെ അതിനുശേഷം ഒരു റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇന്റർവ്യൂ ഒക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ സിയാദിന്റെ അടുത്ത് ഒരു കണക്ക് ചോദിക്കും, എന്തോ ഒരു കണക്ക് 36 + 27 എത്ര എന്നൊക്കെ ഒറ്റയടിക്ക് ചോദിച്ചപ്പോൾ സിയാദ് പറഞ്ഞ ഉത്തരം സത്യത്തിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് തെറ്റി. എന്നിട്ട് ഞാൻ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു അതിന്റെ കൂടെ. അപ്പൊ സിയാദ് അടുത്ത തെറ്റുത്തരം പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്ത് തെറ്റി സിയാദ് അങ്ങനെ ഇത് പറഞ്ഞെന്ന് വെച്ചാൽ, അത് സാർ ഞാൻ ആദ്യം പറഞ്ഞതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ സാർ അത് ശരിയാണെന്ന് സമ്മതിച്ചു. അപ്പൊ അതിന്റെ കൂടെ ഞാൻ 7 കൂടെ കൂട്ടിയെന്ന് പറഞ്ഞു. അതായത് രണ്ടാമത്തെ സിയാദ് ആലോചിച്ച അതിന്റെ ബാക്കി ആലോചിച്ചു. അപ്പൊ ഞാൻ നോക്കി കൊള്ളാം. അപ്പൊ ഞാൻ പിന്നെ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്തു. പെട്ടെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ തെറ്റിപ്പോയെന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ട് മാത്സിൽ പടപടോടെ ആൻസർ വന്നു. അങ്ങനെ ആ മാത്തമെറ്റിക്സിലുള്ള നിന്റെ ഒരു എബിലിറ്റി, നിന്റെ ഒരു സ്കില്ല് കണ്ടിട്ടാണ് ഞാൻ ഇന്റർവ്യൂവിൽ സെലക്ട് ആയത്. അങ്ങനെ ആദ്യത്തെ 24 ബാച്ചിൽ വന്ന് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്ത 12 ബാച്ചിൽ വന്ന് അങ്ങനെ നമ്മൾ ഗ്രോലിയസ് എന്നുള്ള ആ ഒരു മിഷൻ രൂപീകരിച്ചു. അങ്ങനെ പതിയെ കഴിഞ്ഞു. ഇന്ന് ആ സ്കൂളിൽ നമുക്ക് 4 സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഉണ്ട്. 4 സ്റ്റാർട്ടപ്പ് 4 ഫൗണ്ടേഴ്സ് ഉണ്ട് കൃഷ്ണവിലാസ് അപ്പർ പ്രൈമറി സ്കൂളിൽ നിന്ന്. അതിലൊരാളാണ് സിയാദ്. സിയാദിന് എന്ത് തോന്നുന്നു ആ ഒരു ജേണി, അതുവരെ അന്ന് 2017 മുതൽ 25 വരെയുള്ള ടാൽ റോപ്പിന്റെ ഒരു ജേണി? സത്യം പറഞ്ഞു കഴിഞ്ഞാല് അന്നിപ്പോ ഈ പറഞ്ഞ പോലെ സ്കൂൾ, അത് ഞാൻ പിന്നീട് ആലോചിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് അന്ന് ഒരു ദിവസം സ്കൂളിൽ പോയില്ലിരുന്നെങ്കിൽ എവിടെയായിരുന്നു ഇപ്പൊ എന്റെ സ്റ്റേജ് എന്നുള്ള. കാരണം വിഷ്വലി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 12ാമത്തെ വയസ്സിലാണല്ലോ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. അപ്പൊ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള എന്റെ ഒരു പ്ലാനിങ്ങും ഇല്ല എന്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെ ഒരു ഇതില് ഒരു അസംബ്ലിയിൽ ഇപ്പം ഗെയിം നമ്മൾ കളിക്കും. അപ്പം അതുവരെ പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ല, ഒന്നും സ്ട്രൈക്ക് ചെയ്തിട്ട് ഒന്നുമില്ല. പക്ഷെ ആ ടൈമിൽ വന്നിട്ട് കളിക്കണ ഗെയിം ഉണ്ടാക്കാം എന്നുള്ളൊരു സംഭവം വന്നപ്പോഴത്തേക്കുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കോ ഒരു പോയിന്റ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എഴുതുമ്പോഴും കോമഡി ഉണ്ട്. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ എന്ത് എഴുതണമെന്നല്ല. കാരണം അതൊരു ഈവൻ കമ്പ്യൂട്ടർ പോലും ഓണാക്കാനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ ആ പോയിന്റിൽ അതെനിക്കിപ്പോഴും ആ ഒരു സീൻ ഓർമ്മയുണ്ട്. ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു, എന്ത് എഴുതണമെന്ന് അറിഞ്ഞൂടാതെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ക്ലാസ്സിൽ നിന്ന ഒരു ഇൻവിജിലേറ്റർ ഉണ്ടായി. ആ പുള്ളിക്കാരത്ത് ഇങ്ങനെ പറഞ്ഞു, ആ പയ്യനെ കണ്ടു നോക്കിയാണ്, ആ പയ്യൻ ആലോചിച്ചിരുന്ന് എഴുതുന്നുണ്ട് എന്നുള്ളൊരു സംഭവം പറഞ്ഞു. അപ്പൊ എല്ലാവരും കൂടെ എന്നെ നോക്കിയപ്പോ ഞാൻ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് ഏതാണ് അക്കത്തിക്ക് കളിച്ചിട്ടായിരുന്നു സത്യം പറഞ്ഞ് ഞാൻ ആ ഒരു പോയിന്റ് ഇട്ടത്. പിന്നെയാണ് മനസ്സിലായത് അത് എങ്ങനെ ജസ്റ്റ് പാസിൽ കയറിയതാ. അതിനുശേഷമാണ് പിന്നെ പറയുന്നത് ഇന്റർവ്യൂ കൂടി ഉണ്ടെന്നുള്ളത്. അവിടെ പിന്നെ പോയി എന്നുള്ളൊരു സംഭവം ഇരുന്നപ്പോഴത്തേക്കാണ് പിന്നെ ഒരു ഇന്റർവ്യൂടെ ആ ഒരു ചോദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു. നമുക്ക് ഇഷ്ടമായിട്ടുള്ള കുറെ എന്തൊക്കെയാണ് നിങ്ങൾ കളിക്കുന്നത് ഈ പ്രായത്തിൽ, ആ ഒരു പോയിന്റ് വെച്ച് നോക്കിയപ്പോഴത്തേക്കും
അവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഈ പറഞ്ഞ പോലെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തുടക്കത്തിൽ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ പിന്നെ പതിയെ പതിയെ അതിൽ നിന്നൊരു റിസൾട്ട് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ഉള്ളിലൊരു ഇൻട്രസ്റ്റ് പോലെ ഒരു സംഭവം തുടങ്ങി. പിന്നെ അതിലുപരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയത്, നമ്മൾ ഈ പഠിച്ച സംഭവങ്ങൾ പിന്നീട് കോളേജസിലൊക്കെ പോയിട്ട് ഓറിയന്റേഷൻസും പ്രസന്റേഷൻസ് ഒക്കെ എടുത്തു തുടങ്ങിയപ്പോഴത്തേക്കും സംഭവം നമ്മൾ എന്തോ വേറൊരു പാത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ളൊരു സംഭവം നമുക്ക് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് പിന്നെ ഓരോ സംഭവങ്ങൾ കാണുമ്പോഴത്തേക്ക് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എറർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ട് അതിൽ നിന്ന് അതിനെ സോൾവ് ചെയ്ത് പഠിക്കാം എന്നുള്ളൊരു ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ജേണിന്ന് പിന്നെ ഇതിന്റെ ഇടയിൽ ഈ പറഞ്ഞ കണക്ക് കുറെ പ്രൊജക്ട്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തതും ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് പിന്നെ നമ്മൾ ഗ്രോലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്നത്. ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് മോറോവർ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കോഡിങ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിച്ചു എന്നതിൽ ഉപരി എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഈ വേദികളിൽ സംസാരിക്കാനായി കഴിഞ്ഞാലും പോയി ക്ലാസ്സസ് എടുക്കാനായി കഴിഞ്ഞാലും അപ്പൊ അതിലൂടെ കുറെ കാര്യങ്ങൾ കുറെ പേരുമായിട്ട് മീറ്റ് ചെയ്യാനും കുറെ പേരായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും മുറവ നമ്മൾ വിചാരിക്കുന്നതിലും റിയാലിറ്റി കുറച്ച് അപ്പുറത്താണ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇത് ഈ ഒരു ജേണിന്ന് ഒരു റിയൽ എക്സ്പോഷർ ആണ് സത്യത്തിൽ സിയാദിനെ മാറ്റിയത്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഒരു വെല്ലുവിളി 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, ഇനി എന്തെന്ന് ചോദിക്കുമ്പോൾ ഒരു സ്റ്റക്കാവും. അപ്പൊ അതിന് അപ്പുറത്തേക്ക് ഇവർക്ക് എന്ത് ചെയ്യണം, റിയൽ വേൾഡ് കാണാൻ കഴിയണം. നമ്മുടെ ക്ലാസ് റൂമിൽ പലപ്പോഴും കിട്ടാത്ത ഈ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് എക്സ്പോഷർ ആണ്. സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യൽ ട്യൂഷനാണ്, പിന്നെ ട്യൂഷൻ സെന്ററിലേക്ക് പോകും. അത് കഴിഞ്ഞ് കുട്ടികൾ വൈകുന്നേരം വന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങും. ചിലപ്പോൾ എന്താ കുറച്ച് ഗെയിം കളിക്കും, അല്ലെങ്കിൽ ഒരു സിനിമയെ കാണും, എന്നിട്ട് കിടന്നുറങ്ങും. അപ്പൊ അവർ സത്യത്തിൽ ലോകം കണ്ടിട്ടില്ല എന്ന് പറയാം. ഈ ഡിഗ്രിയും PGയും വരെ ലോകം കണ്ടിട്ടില്ല. അസൈൻമെന്റ്, സെമിനാർ, പ്രോജക്റ്റ് അത് ഇതെന്ന്. പക്ഷെ അതിനപ്പുറം സിയാദിന് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഇപ്പൊ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കോളേജുകളിൽ പ്രസന്റേഷനുള്ള അവസരം കിട്ടി, സ്കൂളുകളിൽ പ്രസന്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അവർ തന്നെ കാണുന്നത് അവരുടെ ഏജിലുള്ള അല്ലെങ്കിൽ അവരെക്കാളും വളരെ താഴെ ഏജിലുള്ള ആള് അവരെ മെന്റർ ചെയ്യാൻ വരുന്നു, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പൊ അവർ ഭയങ്കര കൗതുകത്തിലാണ് കണ്ട. ആ കൗതുകത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജിയിലാണ് നിങ്ങൾ പിന്നെയും നമ്മൾ പറയുമല്ലോ, നമുക്കൊരു മോട്ടീവ് വേണം. അപ്പൊ നമ്മൾ ഇതിൽ തന്നെ നിൽക്കാനും അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു സംഭവം സിയാദിന് പോലും സിയാദിന്റെ ഒരു മനസ്സിൽ രൂപപ്പെട്ടു വന്നു. എന്താണ്, ഞാനൊരു സാധാ കുട്ടിയല്ല, ഞാനൊരു സാധാ സ്റ്റുഡന്റ് അല്ല. അപ്പോ എന്താണ്, എനിക്ക് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഫീൽ വന്നിട്ടുണ്ട്. ആ ഫീൽ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ സിയാദിന് ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നിർത്തിയത്. എന്നിരുന്നാൽ പോലും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആ 12 പേരിൽ 8 പേരോളം ഡ്രോപ്പ് ചെയ്ത് പോയി. കാര്യം അവർ അക്കാഡമിക്കലി കൺസേൺ ആയിരുന്നു. ഫുൾ A+ കിട്ടോ ഇല്ല എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ സിയാദ് ഫുൾ A+ കാരനാണ് അല്ലെ, 10ാം ക്ലാസ് ഫുൾ A+ കാരനാണ്. അപ്പം അതൊക്കെ തെറ്റായിരുന്നു, ആ കൺസേൺസ് ഒക്കെ തെറ്റായിരുന്നു എന്നുള്ള സമയം. ഇപ്പം അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല പുതിയ കുട്ടികളെ എല്ലാ പാരന്റ്സും, കാര്യം നമുക്കിപ്പോ ഒരുപാട് പ്രസന്റേഷൻസ് വേണ്ട. അതാ ഇതുപോലെ സിയാദിനെ പോലെ, അതാ മഹാദേവനെ പോലെ, അതാ യാസറിനെ പോലെ, അതിലിനെ പോലെ എന്ന് പറഞ്ഞാൽ ഓക്കെ. കാര്യം അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഇവര് ചോദിക്കുക എന്തായിരുന്നു സിലബസ്. സത്യം നമ്മുടെ സിലബസ് ഇല്ല, അല്ലെങ്കിൽ എന്താണ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇല്ല. നമ്മൾ പറയുന്നത് ഇത് റിയൽ ഇൻഡസ്ട്രിയാണ്, റിയൽ എക്സ്പോഷർ ആണ്. ഇതിന്റെ അകത്ത് കുട്ടികൾ നിന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ വലിയ കാര്യങ്ങളാണ്, ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ വലിയ കാര്യങ്ങളാണ്, ചിന്തകൾ വലിയ കാര്യങ്ങളാണ്. നമ്മൾ ഇലോൺ മസ്കിനെ പറ്റിയാ പറയണം, സ്റ്റീവ് ജോബ്സിനെ പറ്റിയാ പറയണം, മാർക്ക് സുക്കർബർഗിനെ പറ്റിയാ പറയണം, 193 രാജ്യങ്ങളെ പറ്റിയാ പറയണം, ഫേസ്ബുക്കും ആമസോണും ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്, അത് ഉപയോഗിക്കുന്നതിനെ പറ്റിയല്ല, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിനെ പറ്റിയല്ല. നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് അടുത്ത ഫേസ്ബുക്ക് എങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ ഇതൊക്കെ വളരെ ചെറുതില്ല. ഇപ്പൊ 12 വയസ്സിൽ സിയാദിന് അത് കിട്ടി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 11ാമത്തെ വയസ്സിലാണ് മാർക്ക് സുക്കർബർഗിന് ഈ കോഡിങ്ങും ടെക്നോളജിയും കിട്ടിയത്. 19ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു, അവൻ ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയും പോലെ സിയാദ് 19ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, മെൻവായി സ്റ്റാർട്ട് ചെയ്തു. 23ാമത്തെ വയസ്സിലാണ് മാർക്ക് സുക്കർബർഗ് ബില്യണിയർ ആയത് എന്ന് പറയുമ്പോൾ 24-25 വയസ്സാകുമ്പോഴേക്ക് സിയാദിന് എന്ത് ചെയ്യാം, വേൾഡിലെ ഏറ്റവും വലിയ സംവിധാനമാവാം. കാര്യം നമ്മൾക്ക് അതിന്റെ ഒരു ഡീപ്പ് റൂട്ടഡ് ആണ്. നമുക്ക് കോൺസെപ്റ്റ് നമുക്കറിയാം, നമ്മൾ എന്താണ് ബിൽഡ് ചെയ്യാൻ പോകുന്നതെന്നും അത് സമൂഹത്തിൽ എന്താണ് ആവശ്യം എന്നും അറിയാം. ഇപ്പൊ മെൻവായ് എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സിനെ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ AI ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ സിയാദിന് ഇപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്കൂളിലും കോളേജിലും ടീച്ചേഴ്സിന് ICT ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ എടുത്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. എങ്ങനെ നോക്കിക്കാണുന്നു സ്റ്റാർട്ടപ്സും ആ ടീച്ചേഴ്സും തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെ? അതായത് ഒന്നാമത്തെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അതിനൊന്ന് പേടിക്കുന്നുണ്ട്. ആദ്യമേ അവർ കാണാൻ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് കണ്ട് അതിന് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. കാരണം അത് മനസ്സിലായത് ഇപ്പം ICT ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരാദ്യം അവരുടെ ഫേസിൽ ഞാൻ ഒരു ഫിയർ കാണുന്നുണ്ട്. കാരണം ഇവരെല്ലാരും കേൾക്കുന്നത്, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയസിൽ കൂടെ ആയി കഴിഞ്ഞാലും ഇവരെല്ലാരും കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്ന് അവരുടെ ജോലി കളയും എന്നുള്ളൊരു ഫിയർ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കാത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഓരോ ടെക്നോളജീസ് വരുമ്പോഴായി കഴിഞ്ഞാലും പ്രസന്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ടാസ്കുകളെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ടെക്നോളജിയുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ അതിന്റെ ഒരു എൻഡ് ഇതായിട്ട് കാണുമ്പോഴത്തേക്ക് എന്താണ്,
ആക്ച്വലി ഇപ്പൊ നമ്മളിപ്പോ ഏതൊരു സ്ഥാപനത്തിനായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് അത് സഞ്ചരിക്കാന്നുള്ള മുന്നോട്ട് പോകാന്നുള്ള ഒരു കാര്യമാണ്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എത്രത്തോളം ഈ പറഞ്ഞ പോലെ എത്രത്തോളം അവരുടെ ഈ ഒരു ജോബിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ബിസിനസ്സിൽ ഇത് എഫക്റ്റീവ് എന്നുള്ളത് അവർ മനസ്സിലാക്കുമ്പോഴേ അവർ എന്തായാലും ടെക്നോളജി അഡോപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു പർപ്പസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മനസ്സിലാക്കാത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ടീച്ചേഴ്സിനെ AI റീപ്ലേസ് ചെയ്യും. പക്ഷെ അവിടെ ഒരു വലിയൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI അറിയാവുന്ന ടീച്ചേഴ്സാണ് ഇവരെ സത്യം പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. പകരം എന്താണ് ഈ പറഞ്ഞതുപോലെ AI എന്നുള്ള ഒരു സംഭവം വന്നിട്ട് അവരെ റീപ്ലേസ് ചെയ്യില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേപ്പർ വർക്ക്സും അതുപോലെ തന്നെ മാനുവൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ടാസ്ക്. അപ്പം ഈ ടാസ്കുകളെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? കറന്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇപ്പോഴത്തെ കറണ്ട് പ്രസന്റ് ടെക്നോളജി ആയിട്ടുള്ള AI യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവരിലേക്ക് എത്തിച്ചപ്പോൾ എനിക്ക് ഒരു വർക്കിൽ ഒരു ICT ട്രെയിനിങ് എടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു ഫീഡ്ബാക്ക് കിട്ടിയാണ്. കാരണം അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ എനിക്കറിയാം ടീച്ചേഴ്സിനെ സഹായിക്കുന്ന ടൂൾസ് എന്തൊക്കെയുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പം ഇത് വെച്ചിട്ട് ഞാനൊരു ഒരു പ്രസന്റേഷൻ എടുത്തു. അപ്പം അതിനുശേഷം ആ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് അവരൊരു ഫീഡ്ബാക്ക് സെഷൻ്റെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവര് ഒരു എക്സാം പീരീഡ് ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട്, അതായത് നമുക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പോസ്റ്റർ ഉണ്ടാക്കുന്നതായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയിട്ട് ടീച്ചർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാര്യങ്ങളായി കഴിഞ്ഞാലും അത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഭയങ്കരമായിട്ട് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഈ ഒരു സെഷനിലൂടെ അവർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം അതിന് വേണ്ടിയിട്ട് അവർ പ്രത്യേകം ഒരു IT ടീച്ചറിനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പം ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ അവർ അവെയർ ആവാം. കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയാസിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ കേൾക്കുന്ന ഒരു അവയർനെസ് മാത്രമേ അവർക്കുള്ളൂ. അപ്പം ഇവരിലേക്ക് റൈറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എത്തിക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരും മാറി ചിന്തിച്ചു തുടങ്ങുന്നത്. അതെ, അല്ല ടീച്ചേഴ്സിന്റെ പ്രോബ്ലം തന്നെ അതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവര് വരുന്ന കാലഘട്ടത്തിൽ അല്ലെ അവര് പഠിക്കുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടർ തന്നെ ഇല്ലായിരുന്നു എന്ന് പറയാം. അപ്പൊ അവർക്ക് ഇതിനെ കുറിച്ച് വലിയ കാഴ്ചപ്പാടില്ല. ഈ ടെക്നോളജി AI എന്നൊക്കെ പറയുമ്പോൾ അവരിവിടെ മൈഗ്രൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ തന്നെ അറിയാലോ, നമ്മളിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് മാറി വേറൊരു സംവിധാനത്തിലേക്ക് മാറാൻ, ഒരു കംഫർട്ട് സോണിന് പുറത്തേക്ക് വരാൻ ആരും തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് അവരുടെ അവസ്ഥ. എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു രീതി അതെല്ലാം മാറി വേറൊരു രീതി. കാര്യം ChatGPTക്ക് നമ്മൾ ചോദിച്ചാൽ കിട്ടാത്ത ഇൻഫോർമേഷൻസ് ഒന്നുമില്ല. പണ്ട് ടീച്ചറിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചാൽ ടീച്ചറിന് അറിയില്ല എങ്കിൽ അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഇന്ന് ടീച്ചറിനോടൊന്നും ആർക്കും ഒരു കാര്യം ചോദിക്കണ്ട, അവർക്ക് ChatGPTയോട് ചോദിച്ചാൽ മതി. അപ്പൊ ഇവിടെ നേരിടുന്ന ഒരു വെല്ലുവിളി ടീച്ചറിനെ ഞാൻ എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. കാര്യം ഈ നോട്ട്ബുക്ക് എടുത്ത് ഫോട്ടോ ഇട്ടിട്ട് അനലൈസ് ചെയ്തിട്ട് 4 പോയിന്റിലാക്കി തരാൻ പറഞ്ഞാൽ ChatGPT അപ്പൊ ചെയ്തു തരും. അപ്പൊ ടീച്ചറിന് ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ടീച്ചർമാർ എന്തിനാണ് ഞാനിത് പഠിപ്പിക്കണേന്നോ അല്ലെങ്കിൽ കുട്ടിക്കാണ് കൺസേൺ, എന്തിനാണ് ഇത് പഠിപ്പിക്കണേ, എനിക്ക് ഇതിന്റെ അകത്ത് എന്താണ്, ഞാനിപ്പോ ബുക്സിന്റെ മൊത്തം എടുത്തൊരു PDF ആക്കിയിട്ട് ഇപ്പൊ ഞാൻ ഇതിന്റെ അടുത്ത് ചോദിച്ചാൽ ഇതെനിക്ക് മൊത്തം ആക്കി പീസ് ആക്കി മുറിച്ച് ഇത് ക്വസ്റ്റ്യൻ പേപ്പറോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ചോയ്സ് ആൻസേഴ്സ് ഉൾപ്പെടെ എല്ലാം ആക്കി തരുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോ ഞാൻ എന്തിനാണ് ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ പഠിക്കണേന്ന് കുട്ടികൾ ചോദിച്ചു തുടങ്ങുമ്പോൾ സത്യത്തിൽ പാരന്റ്സും കൺസേൺഡ് ആണ്. ഇതെന്താണ് ഈ സംഭവം, സ്കൂൾ മാനേജ്മെന്റ് കൺസേൺഡ് ആണ്, ടീച്ചേഴ്സ് കൺസേൺഡ് ആണ്. നമ്മൾ പറയുമ്പോൾ ആ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും അവിടെ മാനേജ്മെന്റ് ഉണ്ട്, അവിടെ ടീച്ചേഴ്സ് ഉണ്ട്, അവിടെ പാരന്റ്സ് ഉണ്ട്, അവിടെ സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും കൺസേൺഡ് ആണ്. ഈ AI കാലഘട്ടത്തിൽ ഈ ജെമിനിയും ChatGPT ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ ലെക്ചർ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ്? ഒന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യം, പഠിപ്പിക്കുന്ന കാര്യം സൂപ്പർബാണ്, പക്ഷേ എന്തിനാണ് പഠിക്കുന്നതെന്ന് കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ സാധനത്തിന് ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും തമാശയായിട്ട് എന്തിനാണ് ലിസാ ഗുസായും പഠിച്ചെന്ന് ആളുകൾ ചോദിക്കും. സത്യത്തിൽ AI ഒക്കെ വേണമെങ്കിലും AI ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ലിസാ ഗുസായൊക്കെ അറിയണം. പക്ഷേ ഈ ലിസാ ഗുസായും പഠിപ്പിച്ച ടീച്ചറിനും അത് അറിയില്ല, പഠിച്ച കുട്ടിക്കും അറിയില്ല ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. ലിസാ ഗുസായും സൂപ്പറാണെന്ന് പറയുന്നതല്ലാണ്ട് എന്താണ് ഇതിന്റെ സൂപ്പർ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, അതായത് ഒരു എഡ്യൂക്കേഷൻ പോളിസിന്റെ എന്താണ്, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് അറിയാതെ നമ്മൾ എന്ത് പഠിച്ചിട്ടും അതുകൊണ്ട് ഒരു കാര്യമില്ലെന്നാണ്. എത്ര കിടിലൻ കാര്യമാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നോ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്, പ്രാക്ടിക്കലി ഞാനിത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് എനിക്കറിയാത്ത ഒരു കാര്യവും ഞാൻ പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നൊരു സംവിധാനമുണ്ട്. അപ്പൊ ഇത് കുട്ടികൾക്ക് ഭയങ്കര കൺസേൺ ആണ്. ഇത് എവിടെ അപ്ലൈ ചെയ്യാം, ഇതെന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ആർക്കും ഒരു ഉത്തരവില്ല. AI കാലഘട്ടമാണ്, ഇതാണ് മെഷീൻ കണ്ടുപിടിച്ച 1ാമത്തെ കാലഘട്ടം കഴിഞ്ഞു, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച 2ാമത്തെ കാലഘട്ടം കഴിഞ്ഞു, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച 3ാമത്തെ കാലഘട്ടം കഴിഞ്ഞു, AI 4ാമത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതിനെക്കുറിച്ച് ആരും അവെയർ അല്ല. എന്ത് ചെയ്യണം, ഇനി എങ്ങോട്ട് പോകണം, എന്ത് പഠിപ്പിക്കണമെന്ന് അവർക്കറിയില്ല. പക്ഷെ നമുക്കറിയാം ടെലിഫോൺ ബൂത്തുകളിൽ നിന്ന് ലാൻഡ് ഫോൺ ആയതും ലാൻഡ് ഫോണിൽ നിന്ന് മൊബൈൽ ആയതും ഇനി സ്പെഷ്യൽ കമ്പ്യൂട്ടർ, ഇപ്പൊ നമ്മൾ അടുത്ത കന്നഡയിലേക്ക് പോവാം. അപ്പൊ ഇതൊക്കെ വരുന്നത് പോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഈ മാറ്റം ഉണ്ടാകണം.
നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഈ മാറ്റം ഉണ്ടാകണമെന്നറിയാം. പക്ഷെ ഹൗ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് മിൻവൈ വന്നിട്ട് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്തു തരാം, നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്ത് തരാം. ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആവട്ടെ, കുട്ടികളെ ആൻസറിന്റെ കാര്യമാവട്ടെ, കുട്ടികളെ മോണിറ്റർ ചെയ്യുന്നതാവട്ടെ, ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്ത് ഫസ്റ്റ് ഫേസ് ചെയ്ത് തരാം. അപ്പൊ നിങ്ങളുടെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും. പതിയെ 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 ടീച്ചറിന് എന്താവും, ഒരു എ മെന്റർ ആയിട്ട് ഒരു സ്പെഷ്യൽ ട്യൂഷൻ, അതായത് ഒരു 1-to-1 അറ്റൻഷനിലേക്ക് പോകുന്ന ലെവലിലേക്ക് എന്ത് ചെയ്തുതരാം, ചെയ്തുതരാം. അത് കുറച്ചും കൂടി എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഡയറക്റ്റ്, പാരന്റ്സിന് കുട്ടിയുടെ റിയൽ മോണിറ്ററിംഗ് ഡാഷ്ബോർഡിലേക്ക് സെറ്റ് ചെയ്ത് തരാം എന്ന് പറയുമ്പോൾ ഓക്കെ, ഫേസ് 1. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന സിയാദ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഈ പറയുന്ന സ്റ്റേജിൽ നിന്ന്, അതായത് ക്ലാസ് റൂമുകൾ ഇപ്പം സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ പോലും ജസ്റ്റ് ഒരു സ്ക്രീൻ എടുത്ത് വെച്ചേക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചില അതിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പ്രൊജക്ടറോ അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് സ്ക്രീൻസോ LED സ്ക്രീൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. എന്നതിനപ്പുറത്തേക്ക് ഇതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പോലും സത്യത്തിൽ ഇവർ അവെയർ അല്ല, ടീച്ചേഴ്സും അവെയർ അല്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സംവിധാനം സ്മാർട്ട് ക്ലാസ് റൂം അല്ലെങ്കിൽ സ്മാർട്ട് എന്നൊക്കെ പറയുന്നത് ടെക്നിക്കലി വെറുതെ പറയുന്ന ഒരു സംഭവമായിട്ട് പ്രാക്ടിക്കൽ അല്ലാതെ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഒരു AI എഡ്യൂക്കേഷൻ, AI ക്ലാസ് റൂം എന്നുള്ളൊരു ആശയം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഇതുകൊണ്ടൊന്നും ഇംപ്ലിമെന്റ് ചെയ്യത്തില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ടാൽറോപ്പിന്റെ എക്കോ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ സിയാദിന്റെ ആദ്യത്തെ 10 സ്കൂൾ വളരെ ഈസി ആയിട്ട് ടാൽറോപ്പിന് സെലക്ട് ചെയ്ത് തരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും വർഷം ടാൽറോപ്പ് കണ്ട് പരിചയപ്പെട്ടതുകൊണ്ടും ടാൽറോപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ റിസൾട്ട്സ് ആക്കിയതുകൊണ്ടും നിങ്ങൾ ഉൾപ്പെടെ പിക്ക് ചെയ്ത് ഈ ഫൗണ്ടർ ലെവൽ ആക്കിയത് കൊണ്ടുമാണ് അവരത് ട്രസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അവർക്കും അറിയില്ല ഈ ടീച്ചേഴ്സിനെ എങ്ങനെ കൺവിൻസ് ചെയ്യും എങ്ങനെ. അപ്പൊ ആ ഒരു വെല്ലുവിളിയെ എങ്ങനെയായിരിക്കും ചെയ്യാതെ അതിജീവിക്കുക? അപ്പം അവിടെ ഒരു സംഭവം ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഇവരിപ്പൊ പൊക്കോണ്ടിരിക്കുന്ന ഒരു പ്രോസിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന ഒരു പാത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പാത്തിലേക്ക് അഡീഷണൽ ഒരു പുതിയൊരു ഫീച്ചർ അല്ലെങ്കിൽ പുതിയൊരു കാര്യം കൂടെ അവരിലേക്ക് വരാം. അപ്പം സ്വാഭാവികമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് എന്ത് ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് ഇതിനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം നോർമൽ ഒരു ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആണെന്ന് തോന്നണം. അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരു തലവേദനയല്ല, ഇത് അവർ സത്യം പറഞ്ഞ പോലെ അവരുടെ പണി എളുപ്പമാക്കുന്ന ഒരു ടൂൾ ആണെന്നുള്ളത് അവർ ആദ്യം മനസ്സിലാക്കണം. അപ്പം ഇനിഷ്യലി അതിനിപ്പം ആ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക, ആ ഒരു പ്രോസസ്സിൽ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടാൽറോപ്പിന്റെ എക്കോ സിസ്റ്റം തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ എന്തുണ്ട് BEdും അതുപോലെ തന്നെ TTC സ്റ്റുഡൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇവരെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു സ്കൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്കൂളിലേക്ക് ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ TTC സ്റ്റുഡൻസിലെ കാര്യങ്ങൾ എല്ലാവരെയും നമുക്ക് കൊണ്ടുവരാം. അപ്പം ഇവർക്കൊരു ഇന്റേൺഷിപ്പും അവർ കറക്റ്റ് റിയൽ ഇതിന്റെ അകത്തോട്ട് ഇവർ വർക്ക് ചെയ്യുന്നതും ആവും. ഇവർക്ക് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഏർണിങ്സ് പോലെ ഒരു സംഭവം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അഡീഷണൽ പണിയെടുക്കുകയല്ല, പകരം ടീച്ചറിന്റെ പണി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പതിയെ പതിയെ ഗ്രാജുവലി ഇവർക്കുള്ളിൽ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ പതിയെ അവർ ഇതിലോട്ട് കയറ്റണം, ഈ ട്രാക്കിലോട്ട് കയറ്റാം. ഓക്കെ, ഇനി നിങ്ങൾ പതിയെ പതിയെ നിങ്ങൾ ഇത് കുറച്ച് വർഷമായിട്ട് ചെയ്തു എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് കയറ്റി വിടുക എന്നുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പം മെയിൻ ചലഞ്ചായിട്ട് കാണുന്നത് അത് തന്നെയാണ്. അതെ, കാര്യം ഇപ്പൊ ഒരു സ്കൂൾ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ മാനേജ്മെന്റിന് അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിച്ചാല് സ്കൂളിൽ ഇപ്പൊ എത്ര അഡ്മിഷൻ ഉണ്ടോ അത് അടുത്ത വർഷം ഈ അഡ്മിഷൻ കൂടണം. ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നടക്കണം, പ്രൊഫഷണലി നടക്കണം. അതോടൊപ്പം തന്നെ കുട്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളായിട്ട് നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. ഇതാണ് മാനേജ്മെന്റ്. അപ്പൊ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം മെൻവൈ എന്തായാലും വേണം. അവർക്ക് AI കാലഘട്ടത്തിൽ അവരുടെ സ്കൂൾ AI സ്കൂളാക്കി മാറ്റിയേ പറ്റുള്ളൂ. ഒരു സ്കൂളിനെ AI സ്കൂളാക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഏറ്റവും സിമ്പിൾ സൊല്യൂഷനാണ് ഇപ്പൊ മെൻവൈ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രാക്ടിക്കൽ എക്സിക്യൂഷൻ ആണ്. ഇപ്പൊ നമ്മൾ മാനേജ്മെന്റിനോട് സംസാരിക്കും, മാനേജ്മെന്റ് പറയുന്നത് ഇത് ഈ പറയുന്ന ഒന്ന് ആദ്യം ടീച്ചേഴ്സ്, പിന്നെ അത് കഴിഞ്ഞ് പാരന്റ്സ്, പിന്നെ അത് സ്റ്റുഡൻസ്. പക്ഷെ സ്റ്റുഡന്റ് ഭയങ്കര ഈസിയാണ്, കാര്യം അവർക്ക് AI എന്ന് പറഞ്ഞ സംവിധാനം അത്രയും അവരുടെ ലൈഫ് ഈസി ആക്കുന്ന സംഭവം. നമ്മളിപ്പോ ആലോചിച്ച് നോക്കിയാണ്, പണ്ട് കല്ലുരച്ചാണ് തീ കത്തിച്ച് എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കല്ലുരച്ച് തന്നെ തീ കത്തിക്കണം, കല്ലുരച്ച് തീ കത്തിച്ചാൽ കൈക്കൊരു വഴക്കുണ്ടാവും, എക്സർസൈസ് ആവും, അതിൽ ഇങ്ങനെ ഉണ്ടാവും, പ്രകൃതിക്ക് ദോഷം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്നൊരു മനുഷ്യനും കല്ലുരച്ച് തീ കത്തിക്കില്ല, അവർ ലൈറ്റ് വെച്ചേ തീ കത്തിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ വിത്തൗട്ട് AI ഒരാളിപ്പം പറയാം, തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ പറയുന്നത് കോഴിക്കോട് പണ്ട് എന്റെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പ അല്ലെ അപ്പൂപ്പന്റെ അപ്പൂപ്പനൊക്കെ പോയത് എന്താണ്, നടന്നാണ് പോയെന്ന് എഴുതിയിട്ട് ഇന്ന് ഒരാൾ നടന്നു പോകില്ല. ഒന്നുകിൽ അവരെന്ത് ചെയ്യും, ട്രെയിൻ ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ ബസ്സിൽ പോകും, അതല്ലേ കാറിൽ പോകും. ഒന്നല്ലേ ട്രാവലറൊക്കെ ആണെങ്കിൽ നല്ല ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ബൈക്കിലോ ബുള്ളറ്റിലോ പോകും. പക്ഷെ ഒരാൾ നടന്നു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ ടെക്നോളജീസ് ഒക്കെ വന്നത്. എന്തുകൊണ്ടാണ് വന്നപ്പം നമ്മളത് ഉപയോഗിച്ച് ഈസി ആക്കിയാണ്, നമ്മളതിന് മീഡിയം ആക്കിയത്. അപ്പോൾ AI ഒരു സ്കൂൾ ഉപയോഗിക്കില്ല എന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. കല്ലറച്ച് തീ കത്തിക്കും എന്ന് പറയും പോലെയാണ്, അല്ലെങ്കിൽ നടന്നേ കോഴിക്കോട് പോകുമെന്ന് പറയുന്നത് പോലെയാണ് സത്യത്തിൽ. കാര്യം AI ഒരു ടൂളാണ്, കാര്യങ്ങൾ ഈസി ആക്കാൻ. ഓരോ ടെക്നോളജിയും അതാണല്ലോ, ഓരോ ടെക്നോളജിയും സത്യത്തിൽ എന്താണ്, നമ്മുടെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം സിയാദ് ഇപ്പൊ പ്രസന്റേഷനിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് ഈ ടെക്നോളജി
നമ്മൾ ഉപയോഗിക്കാതിരിക്കെ ഒരു ദിവസം ഇത് വരും ഇല്ലേ? അത് എന്തായാലും വരും. കാരണം ഇതിൽ വേറൊരു കോമഡി കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഇത് ഒരിക്കലും ഉപയോഗിക്കൂല എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. അപ്പം ഒന്നാമത്തെ കാര്യം, ഗ്രാജുവലി ഇത് പതിയാണെങ്കിൽ പോലും ആ ഒരു ടെക്നോളജി കംപ്ലീറ്റ്ലി കയറും. പിന്നെ അടുത്തൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാൽക്കുലേറ്റേഴ്സിന്റെ കേസ്. ഇപ്പം ചിന്തിച്ചു നോക്കുക, കാൽക്കുലേറ്റേഴ്സ് വരുന്നതിന് മുന്നേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലംസ്, സോൾവ് ചെയ്തുകൊണ്ടിരുന്ന ഓരോ പ്രോബ്ലംസും കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അത് മാത്രമല്ല, ചെറിയ ചെറിയ പ്രോബ്ലംസ് നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ, നിശ്ചിത ടൈമിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷെ അതേ മറിച്ച് കാൽക്കുലേറ്റേഴ്സ് വന്നപ്പോൾ എന്തായി, ചെറിയ ചെറിയ സാധനമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം, അത് വിട്ടേക്ക് നമുക്ക് വലിയ വലിയ പ്രോബ്ലംസ് ചെയ്യാം. എന്ത് ചെയ്യാം? അപ്പൊ അതിനായിട്ട് ഈ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാം. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാറി എന്താണ്, ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ഗ്രേഡ് ആയി, നമ്മൾ വലിയ വലിയ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ കാപ്പബിൾ ആയി എന്ന് വേണേ പറയാം. അപ്പം അതുപോലെ നമ്മൾ എഐനെയും കാണണം എന്നുള്ളതാണ്. കാരണം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് ചെയ്യും, ഈ ചെറിയ ചെറിയ ടാസ്കുകളെ സിംപ്ലിഫൈ ചെയ്യാനാണ്. ഇപ്പം നമ്മളത് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും, കുട്ടികളത് യൂസ് ചെയ്യും. ഇപ്പൊ വീട്ടിൽ പോയിട്ട് ഹോംവർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നോക്കി ഹോംവർക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ അത് പോയി ചെയ്യും. അവിടെയാണ് കോമഡി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എഐ ഉപയോഗിക്കണം, എഐ ഉപയോഗിച്ചിട്ട് ഇത്രയും വലിയ ടാസ്ക് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ കൊടുക്കുക. അതെ അതെ അതെ. നമ്മൾ ഈ അഞ്ചലോട്ടക്കാരുടെ കഥ പണ്ട് പറയുമല്ലോ, ഓടി ഓടിയാണ് കത്തുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരാൾക്കൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ അയാൾ ഓടി അടുത്തടുത്ത് കൊടുക്കും എന്നുള്ള സംഭവം. അതിൽ നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് പല വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണല്ലോ അത് മാറിയത്. വാഹനങ്ങൾ വന്നപ്പോഴാണ് കുറച്ചും കൂടി ഈസി ആയത്. ഓട്ടക്കാരൻ വ്യക്തികൾ മാറിയിട്ട് വണ്ടികളിൽ കൊണ്ടുപോകുന്ന സംഭവങ്ങൾ വന്നു. പിന്നെ അത് നമ്മൾ മാറിയിട്ട് എന്ത് ചെയ്തു, ഇമെയിൽ സംവിധാനങ്ങളിലേക്ക്, ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ കമ്മ്യൂണിക്കേഷൻ ഈസി ആയത്. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ആശയത്തെ ഓരോ കാലഘട്ടത്തിലും ടെക്നോളജി എന്താക്കി, അത് സ്പീഡാക്കി വന്നിട്ട് ഇപ്പം ഇന്ന് പണ്ടൊക്കെ എന്താണ്, ഫോട്ടോ എടുത്ത് ഇൻലൻഡ് കവറിന്റെ അകത്തിട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഗൾഫിലേക്ക് അയച്ചിരുന്ന ആളുകളുണ്ട്. അവരിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ എടുത്ത് വീഡിയോ കോൾ ചെയ്യണം. അപ്പൊ കമ്മ്യൂണിക്കേഷന് അവർ ടെക്നോളജിയെ യൂസ് ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് സ്കൂളുകൾ എഡ്യൂക്കേഷൻ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നോക്കിയ ഒരു 100 വർഷം മുമ്പ് ക്ലാസ് റൂംസ് എങ്ങനെയാണോ അതേപോലെയാണ് ഇപ്പോഴും ക്ലാസ് റൂംസ്. പക്ഷെ ക്ലാസ് റൂംസ് ചേഞ്ച് ആയിട്ടില്ല എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത്, റിയൽ വേൾഡും നമ്മളുടെ ഈ ക്ലാസ് റൂം എഡ്യൂക്കേഷൻ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ഇൻഡസ്ട്രിയും അക്കാഡമിക്കും തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാത്ത വിധം ഗ്യാപ്പ് വന്നു. അതായത് സ്കൂളിൽ പോയാൽ കുട്ടികളുടെ കഴിവ് കുറയും എന്നുള്ള അവസ്ഥയായി. സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ കുട്ടികൾ റിയൽ ഇൻഡസ്ട്രിയും വേൾഡും കണ്ട് എന്താ ചെയ്യുക, അവർക്ക് ഭയങ്കരമായിട്ട് ചെയ്യാന്ന്. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താ, ഈ സ്ട്രക്ചേർഡ് അല്ലാത്ത സംവിധാനത്തിൽ ഓരോ കുട്ടിക്കും അവരവർക്ക് തോന്നുന്നതൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും പോകും. വളരെ റെയർ ആയിട്ട് മാത്രമേ, കുറച്ച് എക്സെപ്ഷൻ എന്ന് പറയാം, അവർ മാത്രമേ സക്സസിലേക്ക് അല്ലെങ്കിൽ കറക്റ്റ് ടാർഗറ്റിൽ പോകും, ബാക്കി എല്ലാം ഡിസ്ട്രാക്ട് ആയിട്ട് പോകും. അപ്പൊ അവിടെ ഒരു മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം വേണം. ആ സെൻട്രലൈസ്ഡ് സിസ്റ്റം പഴഞ്ചൻ സിസ്റ്റം ആയിട്ടും കാര്യമില്ല, കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറിയേ പറ്റൂ. അപ്പോൾ ഇവിടെ പാരന്റ്സിന് ഒരു കുട്ടിയുടെ ആസ്പെക്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ആ പാരന്റിന് എന്റെ കുട്ടിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവണം, എന്റെ കുട്ടിക്ക് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സജഷൻ. അപ്പോൾ ഒരു 40 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിൽ 40 കുട്ടികളെയും ടീച്ചറിന് ഒരേ അറ്റൻഷൻ കൊടുക്കത്തില്ല. മാത്രല്ല എന്താണ്, ഈ 45 മിനിറ്റ് ഉള്ള ഒരു പീരീഡിൽ എത്ര പേർക്ക് ശ്രദ്ധിക്കാൻ പറ്റും, എത്ര കോണ്ടന്റ് സബ്ജക്ട് എത്ര കവർ ചെയ്യാൻ പറ്റും. അവിടെ ഒരു എഐ ടീച്ചർ ആണെങ്കിൽ ഈ 45 പേരെയും ഇൻഡിവിജ്വലി അനലൈസ് ചെയ്തതിനു ശേഷം ഇവർക്കൊരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കുട്ടി ഇങ്ങനെ നോക്കിക്കൊള്ളണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ സ്ട്രെങ്ത് ഇതാണ്, വീക്ക്നെസ് ഇതാണ്, ഇത്രയും ഡേറ്റ വെച്ചിട്ട് എഐക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ടീച്ചറിന് ഇത് നോക്കി ഓരോരുത്തരടുത്ത് പറയത്തില്ല. അപ്പൊ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പാരന്റിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് അല്ലേ? അതെ, കാരണം ഇപ്പോ പറഞ്ഞ പോയിന്റ് തന്നെ, അതായത് ഒരു 45 മിനിറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോലും നമ്മളൊരു ക്ലാസ്സിൽ ഇരിക്കുമ്പോഴത്തേക്ക് എന്താണ്, ആ 45 മിനിറ്റ്സിൽ ഈ പിള്ളേരെ പിടിച്ചിരുത്താന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതിലും കുറെ ടൈമുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് ആക്ച്വലി 1-to-1 പേഴ്സണലൈസ്ഡ് ട്യൂട്ടറിങ് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ്ങിന്റെ ഒക്കെ ഒരു ഇത് വരാം. കാര്യം ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 1-to-1 പഠിപ്പിക്കുമ്പോഴാണ് നമ്മുടെ വലിയ പൊട്ടൻഷ്യൽ അൺലോക്ക് ആവുക എന്നുള്ളൊരു പോയിന്റ് ഉണ്ടല്ലോ. അപ്പോ ഒന്നാമത്തെ കാര്യം, എഐക്ക് ഒരു പ്രോപ്പർ ഡേറ്റ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഈവൻ നമ്മൾ ഒരു കുട്ടി ഇവാലുവേറ്റ് ചെയ്യുന്നത് പോലും ആ ആളുടെ പ്രീവിയസ് ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഈ സെയിം ഡേറ്റ തന്നെ നമുക്ക് ഒരു എഐയിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഫൈൻ ട്യൂണിങ്ങിലൂടെ നമുക്ക് ഈ ഒരു പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അവിടെ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ടീച്ചറായിട്ട് മാറുകയാണ്. അപ്പം ഈ കുട്ടികൾക്ക് വേണ്ട എന്താണ്, ഇപ്പോഴത്തെ കറണ്ട് ടീച്ചേഴ്സ് മെന്റേഴ്സ് ആയിട്ട് മാറണം എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, പുറത്ത് നടക്കുന്ന ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി പഠിച്ചെടുത്തിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ടീച്ചേഴ്സ് മാറണം. ഇപ്പോൾ ഉള്ള പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ്ട് അവരെന്തായിട്ട് മാറണം, പുറത്തുള്ള കാര്യങ്ങൾ. കാരണം ഞാനിപ്പം എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറുമായിട്ട് സംസാരിച്ചപ്പോഴാണെങ്കിൽ പോലും പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഗ്രഹമുണ്ട് എന്താണ്, ഈ പുറത്തുനിന്നുള്ള കാര്യങ്ങളെല്ലാം ഇൻഡസ്ട്രിയിൽ നടക്കുന്നതായി കഴിഞ്ഞാലും പുറത്തുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ വരുന്ന ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്ര ടൈമിനുള്ളിൽ
അക്കാഡമിക്കലി ഇത്രയും ടൈമിൽ എന്ത് ചെയ്യണം, ഇവർക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, ആ ഒരു പോയിന്റിലേക്ക് അവർ ഫുൾ പാക്ഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതിലേക്ക് പുതിയൊരു സംവിധാനം കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പം ഇങ്ങനൊരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇവരെ മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയും ഇത് തന്നെയാണ് AI കൊണ്ടുവരിക എന്നുള്ളൊരു സംവിധാനം. അതെ, കാര്യം ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് ഒരു കുട്ടിക്ക് കിട്ടിയാലാണ് ആ കുട്ടിക്ക് ബെറ്റർ ആകാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കുട്ടി ഒരു ക്ലാസ് റൂമിൽ അധ്യാപകൻ ഇങ്ങനെ മാത്സ് ക്ലാസ് എടുക്കുകയാണ്, അപ്പൊ ഒരു കുട്ടിക്ക് മനസ്സിലായില്ല, അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും. രണ്ടാമത് ആ കുട്ടീനെ ക്ലിയർ ആക്കിയിട്ടേ ഇനി പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ സാറിന് ക്ലാസ് എടുക്കത്തില്ല, പോർഷൻ കംപ്ലീറ്റ് ചെയ്യത്തില്ല. അപ്പൊ അവിടെയാണ് ഒരു AI ടീച്ചറിന് ഈ കുട്ടിയുടെ ഓരോ പ്രോബ്ലം പല രീതിക്ക് ആദ്യം ഈ രീതിക്ക് സോൾവ് ചെയ്യും, ഓക്കെ, അതിന്റെ മറ്റൊരു രീതിക്ക് സോൾവ് ചെയ്ത് ആ കുട്ടിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലായി. ഈ മാത്തമെറ്റിക്സ് ഒക്കെ പലപ്പോഴും പലർക്കും മനസ്സിലാവാത്തതിന്റെ സംവിധാനം അധ്യാപകൻ അത് കറക്റ്റ് കൺവേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. കാര്യം 40 കുട്ടികൾക്ക് 40 രീതിക്ക് കൺവേ ചെയ്യണം. അത് അധ്യാപകനെ കൊണ്ട് കഴിയില്ല. അധ്യാപകൻ ഒരു മോഡൽ എടുത്തു കൊടുത്തു, കുട്ടിക്ക് അത് മനസ്സിലായില്ല, ഫൗണ്ടേഷൻ കിട്ടിയില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. 3ാം ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ 4 പോയിട്ട് കാര്യമില്ല, 4 മനസ്സിലായി 5 പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഒരു വർഷത്തില് പോയാൽ പോയി, ബേസ് മൊത്തം പോയി. നമ്മൾക്ക് തന്നെ ഇപ്പൊ കേരളത്തിലുള്ള ടീച്ചേഴ്സ് മാത്തമെറ്റിക്സ് പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതും സൂപ്പർബ് ആണെന്ന് വെച്ചാൽ അല്ല. അപ്പൊ ആ സൂപ്പർബ് അല്ലാത്ത ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ആലോചിക്കാൻ ആ കുട്ടിക്ക് മാത്സ് എന്ന് കേൾക്കുന്നതേ പേടിയായിരിക്കും. അപ്പൊ ഇവിടെ അത് കൃത്യമായിട്ട് സോൾവ് ചെയ്യപ്പെടണമെങ്കിൽ നമുക്ക് AI ബേസ്ഡ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരികയും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊണ്ടുവരികയും ഇൻഡിവിജ്വൽ സിലബസ് കൊണ്ടുവരികയും ആ കുട്ടി അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തയിലേക്ക് പോകുന്ന ഒരു സംവിധാനം കൊണ്ടുവരികയും വേണം. അപ്പൊ ഒരു ഹൈബ്രിഡ് ആയിരിക്കണം നമുക്ക്. ഓക്കെ, കൺവെൻഷണൽ എഡ്യൂക്കേഷന്റെ സിലബസും സിസ്റ്റംസും ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് സംവിധാനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എൻഡ് ഓഫ് ദി ഡേ എന്താണെന്ന് വെച്ചാൽ ഫൈനലി ഒരു ഒറ്റ സ്കൂൾ ലോകത്ത് ക്രിയേറ്റ് ആവും എന്ന് പറഞ്ഞാല് എന്താണ്, ഒരു ക്ലാസ് റൂം, ഒരു വിർച്വൽ ക്ലാസ് റൂമിന്റെ അകത്തേക്ക് ഒരു കുട്ടി കയറി ഇരുന്ന് പഠിക്കുന്ന ലെവലിലേക്ക് എഡ്യൂക്കേഷൻ എത്തും. അത് ആളുകൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ അവിടെ തന്നെ എത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഞാൻ ചിന്തിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിട്ട് ഒരേപോലെ ക്ലാസ്സിലിരുന്ന് പഠിക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിക്കുക, ഇതിപ്പോ എല്ലാവരുടെയും മൈൻഡ് സെറ്റിലുള്ള ട്രഡീഷണൽ എഡ്യൂക്കേഷൻ രീതി ഇതാണ്. ഇതൊക്കെ മാറിയിട്ട് സ്കൂൾ എന്ന് പറയുന്നത് വേറെ എന്തോ ആവണം. അതായത് അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരാളിരുന്ന് പഠിപ്പിക്കുന്നു, ഇങ്ങനെ ഒരു സംവിധാനമേ അല്ല. അവിടെ പോയി കഴിഞ്ഞാൽ അറിവുകൾ കിട്ടണം. അങ്ങനെ ഒരു സംവിധാനത്തിലുണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഹാബിറ്റ്സ് പഠിക്കണം, കൾച്ചർ എന്താണെന്നുള്ളത് പഠിക്കണം, ഇതൊക്കെ പഠിക്കണം. അതിനായിരിക്കും സ്കൂളിൽ പോകേണ്ടത്. അപ്പം ഇപ്പൊ ഇൻഫോർമേഷൻസിന് വേണ്ടി സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. അതെ, ഇൻഫോർമേഷൻസിന് വേണ്ടി പോകേണ്ട ആവശ്യമില്ല. അവിടെ പോയിട്ട് കുട്ടി കൾച്ചർ പഠിക്കണം, എന്താണ് ഹാബിറ്റ് എന്നുള്ളത്, അല്ലെ എങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുക, ഈ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകണം. പക്ഷെ അവിടെ നിന്ന് ഇപ്പൊ എന്താണ് ഇപ്പോഴത്തെ നമ്മൾ കറണ്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോകുന്നു, ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നു, പഠിപ്പിക്കുന്നു. അപ്പം ഇതിന്റെ ഒരു അടുത്ത ലെവലിലേക്ക് അടുത്തൊരു വർഷം നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഒരു മൈൻഡ് സെറ്റും ആ ഒരു രീതിയിലേക്ക് മാറ്റണം. ഇതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സാർ നേരത്തെ പറഞ്ഞ പോലെ കല്ലൊരയ്ക്കണ മനുഷ്യന്റെ അവസ്ഥ ഉണ്ടല്ലോ, കല്ലൊരച്ചാലേ കൈക്ക് വ്യായാമം കിട്ടൂ എന്നുള്ളൊരു പറഞ്ഞൊരു സംവിധാനം അങ്ങനെ ആയിപ്പോവും. ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഈ സിലബസ് ഡിസൈൻ ചെയ്യുമ്പോൾ അന്നൊരു പേർപ്പസ് ഉണ്ടായിരുന്നു. അന്ന് ക്ലർക്കുമാരെ വേണം. കാര്യം ഈ കോറികളിലും ഫാക്ടറികളിലും കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പണിയെടുക്കുന്ന ആളുകളുടെ കണക്കെഴുതാനുള്ള എഴുത്തും വായന അറിയാന്നുള്ള ബൈഹാർട്ട് ചെയ്യുന്ന ആളുകളെ വേണം. അവരെ ഉണ്ടാക്കിയെടുക്കാനായിരുന്നു സിലബസ് ഉണ്ടാക്കി. അതുകൊണ്ടാണ് സ്കൂൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഫാക്ടറികളിൽ മണിയടിച്ച് കയറ്റുന്നു, അതേപോലെ മണിയടിച്ചാണ് സ്കൂളിലേക്ക് കയറുന്നത്. ഫാക്ടറികളിലേക്ക് വേണ്ട ക്ലറിക്കൽ തൊഴിലാളികളെ ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു അന്ന് സ്കൂള്, കോളേജ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് കാലഘട്ടത്തിനനുസരിച്ച് മാറി 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 വന്ന് പ്രൊഫഷണൽ കോഴ്സസ് വന്നു, ഇൻഡസ്ട്രി ഓറിയന്റഡ് സംവിധാനങ്ങൾ വന്നു. ഇങ്ങനെയൊക്കെ മാറുമ്പോൾ ബഹുഭൂരിപക്ഷം എഡ്യൂക്കേഷൻ ഇപ്പോഴും ആ ക്ലറിക്കൽ ബേസിൽ തന്നെയാണ് നിൽക്കുന്നത്. ക്ലർക്കുമാരെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതിനപ്പുറത്തേക്ക് ഈ ലോകം മാറുന്നതിനനുസരിച്ച് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്ത് അതിനനുസരിച്ച് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾ വേണം. ഇപ്പൊ കണ്ണില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കണ്ണുണ്ടാക്കി കൊടുക്കണം, കൈയില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കൈ ഉണ്ടാക്കി കൊടുക്കണം, കാലില്ലാത്തവരെ കാലുണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്ന സംഭവമാണ്. അപ്പൊ റോബോട്ടിക് ലെഗ്സും മാംസും ഒക്കെ ഉണ്ടാക്കുന്ന ടെക്നോളജി ഒരു മീഡിയം ആയിട്ട് ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സ് വരണം. നമ്മളിപ്പോ പറയുന്ന MBBS ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഡോക്ടേഴ്സ് എന്താണ്, ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ കുറെ സിംറ്റംസ് ഉണ്ടാവും. ആ സിംറ്റംസ് നോക്കിയിട്ട് ഒരു അസംഷൻസ് ആണ്, എഡ്യൂക്കേറ്റഡ് അസംഷൻ എന്ന് പറയും. ആ എഡ്യൂക്കേറ്റഡ് ഗസ്സിൽ ഓക്കെ ഇന്ന അസംഷൻ ഇന്നതായിരിക്കാം പ്രോബ്ലം, അസംഷൻ ആണ്. അപ്പൊ അതാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ക്രൈറ്റീരിയ വെച്ചിട്ട് എന്ത് ചെയ്തു. ഓക്കെ, അസംഷൻ പലപ്പോഴും അത് കറക്റ്റ് തന്നെ ആയിരിക്കും. 90%, 10% ചിലപ്പോൾ തെറ്റാം. ആ അസംഷൻ ബേസ്ഡ് ഓക്കെ ഇന്ന കോണ്ടന്റ് ഉള്ള മെഡിസിൻ കൊടുക്കണം എന്നുള്ള സംവിധാനം ഓൾറെഡി മെഡിസിൻ കമ്പനിയും ആ ഒരു സംഭവം ഉണ്ട്. അപ്പൊ എന്താ ഒരു മെഡിസിൻ കുറിച്ച് കൊടുക്കും. ഇതാണ് ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ക്ലർക്ക്. എന്താണ് ഈ പറയുന്ന സംഭവങ്ങൾ. ഇവിടെയും സത്യത്തിൽ എന്തിട്ടുണ്ട്, AI വലിയ റീപ്ലേസ്മെന്റ്സ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോബോട്ടിക് സർജറിയും റോബോട്ടിക് ട്രീറ്റ്മെന്റ്സും ഒക്കെ വരുന്ന സംഭവങ്ങൾ. അപ്പൊ ഈ ഡേറ്റ വെച്ചിട്ട് വർക്ക് ചെയ്യപ്പെടുന്ന ആളുകളുണ്ടാണ്. അപ്പൊ ഇങ്ങനൊരു കുട്ടിയെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ
നമ്മൾ അതിനൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉള്ള ഒരു സിലബസ് തന്നെ കൊടുത്തേ പറ്റും. അതിനാണ് AI ക്ലാസ് റൂംസുകൾ വരേണ്ടതും AI ടീച്ചേഴ്സ് വരേണ്ടതും AI ഉപയോഗിക്കുന്ന ടീച്ചേഴ്സ് വരേണ്ടതും. അപ്പൊ മെൻവൈക്ക് വളരെ ഭയങ്കര വലിയൊരു പോസിബിലിറ്റി ഉണ്ട്, വലിയൊരു മാർക്കറ്റ് ഉണ്ട്. സ്കൂൾസും കോളേജസിലേക്ക് ഭയങ്കരമായ ഒരു അറ്റൻഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ എടുക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ. ഇപ്പം മാർക്ക് സുക്കർബർഗ് ഫേസ്ബുക്ക് കൊണ്ടുവരുന്ന സമയത്ത് ലോകത്തൊരു വലിയ ചാൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിന്റെ. എന്ന് പറയുന്നത് പോലെയാണ് സിയാദിന്റെ മുമ്പിൽ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്, വേൾഡ് മാർക്കറ്റാണ് സിയാദിന്റെ ഉള്ള എഡ്യൂക്കേഷൻ എന്നുള്ള ഹ്യൂജ് മാർക്കറ്റാണ്. അപ്പം ടാൽഡ്രോപ്പ് വിഷ്വലൈസ് ചെയ്യുന്നത് അടുത്തൊരു മാർക്ക് സുക്കർബർഗ് ആണ് സിയാദ് എന്നുള്ളതാണ്, അടുത്തൊരു ഫേസ്ബുക്ക് ആണ് മെൻവൈ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിശ്വസിക്കുന്നത്. ആ ലെവലിലേക്ക് പറയും. ഇപ്പൊ കറന്റ് നമ്മൾ 20 CR വാല്യൂഷനിൽ 10% സ്റ്റേക്ക് 2 CR കൊടുക്കുന്നു. അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇത് 200 CR വാല്യൂഷനിൽ നമുക്ക് എടുത്ത് 10% 20 CR നമുക്ക് കൊടുക്കണം. അപ്പൊ എന്ന് പറയുമ്പോൾ ഇപ്പൊ മാർക്ക് സുക്കർബർഗിന് 19ാമത്തെ വയസ്സിൽ ബാക്ക് ചെയ്യുന്ന ഒരാൾ അപ്രോക്സിമേറ്റ്ലി എന്താണ് ഒരു 2.5 കോടി രൂപയുടെ ഇന്ത്യൻ ഫണ്ട് ആയിരുന്നു അന്ന് എന്ത് ചെയ്യുന്നത് മാർക്ക് സുക്കർബർഗിന് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ ഇപ്പം സിയാദിന് ഇപ്പൊ അടുത്ത ഫണ്ട് വരുന്നു. അപ്പൊ ഇങ്ങനെ സിയാദ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് ഇപ്പം നമ്മൾ 10 സ്കൂളിൽ ചെയ്യുന്നു, അത് കഴിഞ്ഞ് 100 സ്കൂളിൽ ചെയ്യുന്നു, then അടുത്ത 200 CR വാല്യൂഷനിൽ അടുത്ത റൗണ്ട് ഫണ്ട് വരുന്നു. അങ്ങനെ പിന്നെ അത് 2000 കോടി വാല്യൂഷൻ ആവും, 20,000 കോടി വാല്യൂഷൻ. ഇപ്പൊ കർണാടകയിൽ ഒരു പയ്യൻ ഉണ്ടാക്കിയ സ്വിഗ്ഗിക്ക് 1,00,000 കോടി ഉണ്ട് എന്ന് പറയുന്നത് പോലെ നാളെ ഒരു 1,00,000 കോടിയുടെ ഒക്കെ ഒരു കമ്പനിയായിട്ട് സിയാദ് വളർന്നു വരും എന്നുള്ളത് നമ്മൾക്കത് റിയാലിറ്റി പോലെ ഫീൽ ചെയ്യുന്ന ഒരു സംവിധാനം. സിയാദ് എങ്ങനെ കാണുന്ന ഒരു ലോങ് ടേം ജേർണി, ഒരു 2030 ഒക്കെ എങ്ങനെയാണ് സിയാദിനെ പ്ലേസ് ചെയ്യുന്നത്? 2030 നോക്കുമ്പോഴത്തേക്കും ഒന്നാമത്തെ സംഭവം എനിക്കിത് ഫസ്റ്റ് പാൻ ഇന്ത്യ ലെവലിലേക്ക് ഇതിനെ സ്കെയിൽ ചെയ്യണം എന്നുള്ളത് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഇപ്പൊ ഗ്ലോബലി നമ്മൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കാരണം ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു സ്കൂളുണ്ട്. അപ്പൊ ആ ഒരു സ്കൂളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന്റെ ഒരു ചവിട്ടുപടിയാണ് ഞാൻ ഇന്നിപ്പോ ഈ കാണുന്ന ഈ ഒരു AI സിസ്റ്റം ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള കാര്യം. കാരണം ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സിസ്റ്റത്തിന് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും. അപ്പം അതിലൂടെ ഇപ്പൊ ഗ്രാജുവലി പതിയെ അവരെ കയറ്റി ആ ഒരു വിഷനിലേക്ക് എത്തിക്കുക. ഒരു ഇപ്പൊ ഈ പറയുമ്പോഴത്തേക്ക് എന്താണ് ഞാൻ പറയുന്ന ആ ഒരു സ്കൂൾ ഉണ്ടല്ലോ, അതായത് അവരവിടെ പോകേണ്ടത് ഈ പറഞ്ഞതുപോലെ ക്ലാസ് റൂമിലിരുന്ന് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന പോലെ ആയിരിക്കരുത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്. എത്ര ലെവൽ ഓഫ് ജനറേഷൻ ലേണിംഗ് മെത്തേഡിലേക്ക് മാറുക എന്നുള്ള ഒരു വിഷനിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും കേരളം കിടക്കും, ഇന്ത്യ കിടക്കും, ലോകം കിടക്കുന്ന ഒരു വലിയൊരു ആശയത്തിലേക്ക്. നമ്മൾ പറയുന്നത് പോലെ കേരളത്തിൽ എന്തുകൊണ്ട് വലിയ സംരംഭങ്ങൾ ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യം ഇപ്പൊ ആമസോണും ഫേസ്ബുക്കും ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫൗണ്ടേഴ്സ് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വരുമ്പോൾ അവർക്ക് 10-20 ലക്ഷം രൂപ വീട്ടുകാരെ പൈസയൊക്കെ വാങ്ങിയിട്ട് ചെയ്യുന്നു, അവർ സക്സസ് ആകുന്നില്ല എന്നൊരു സംഭവം. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സിയാദിനെ പോലുള്ളവർ വരുന്നത്, ഇപ്പൊ ടാൽഡ്രോപ്പിന്റെ എക്കോസിസ്റ്റത്തിൽ വരുന്നത്. കാര്യം 12ാം വയസ്സിൽ തുടങ്ങി 12 to 19 വയസ്സ് വരെ പല പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തു, പല പ്രോജക്റ്റുകളിൽ നിന്നു, പല വെഞ്ചേഴ്സ് വർക്ക് ചെയ്തു, സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്തു, കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്തു, മൊത്തം ക്യാമ്പസുകളിലും സെഷൻസ് ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം അന്ന് ഞാൻ കണ്ടത് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻസിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, കാര്യം ഒരു കോളേജിൽ പോയി ഫുൾ ടൈം ആയിട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അറ്റൻഡൻസ് പോളിസിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വെഞ്ചറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ എന്നാൽ ഹയർ എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ എന്താണ് +2 കഴിഞ്ഞ് 2 വർഷം ഡ്രോപ്പ് ചെയ്യണം എന്നുള്ള ടാൽഡ്രോപ്പിന്റെ പോളിസി ഉണ്ട്. +2 കഴിഞ്ഞു, then 2 വർഷം ഡ്രോപ്പ് ചെയ്ത് നിന്നു. അപ്പൊ എഡ്യൂക്കേഷനിൽ വരുന്ന സമയത്ത് അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ ഭയങ്കര റൈറ്റ് ടൈമിൽ വരികയും നമ്മുടെ IIT ഹൈബ്രിഡ് പ്രോഗ്രാം ഒക്കെ ഓപ്പൺ ചെയ്യുകയും IIT ജോധ്പൂരിലേക്ക് എന്ത് ചെയ്യാൻ പറ്റി, ജോയിൻ ചെയ്യാനും പറ്റി. അപ്പൊ നിങ്ങൾക്ക് IIT അലുമിനി സ്റ്റാറ്റസും കിട്ടും, IITയുടെ എക്സ്പോഷർ കിട്ടും, IITയുടെ പ്രൊഫസേഴ്സിന്റെ ക്ലാസ് കിട്ടും, IITയിൽ വരുന്ന കമ്പനികളുടെ ഒരു ആക്സസ് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ഫുൾ ടൈം IITയിൽ പോകാതെ ഹൈബ്രിഡ് ആയിട്ട് പഠിക്കാൻ കഴിയും. എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ആ ഒരു മാറ്റത്തെ എങ്ങനെ കാണുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ പേർക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പൊ. കാരണം ഈ പറഞ്ഞതുമല്ല, ഞാനൊരു കാര്യം പറയാം, അതായത് സൊസൈറ്റിയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവരൊരാളെ ഇവാലുവേറ്റ് ചെയ്യുക ആളുടെ ഒരു അക്കാഡമിക് സംഭവം വെച്ചിട്ടായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടായിരിക്കും കൂടുതലും ആൾക്കാർ അവർ ഇവാലുവേറ്റ് ചെയ്യുക. കാരണം നീ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് നീ അത് വെച്ചിട്ടാണോ ചെയ്യുന്നത്. കാരണം നമ്മൾ വലിയ വലിയ ആൾക്കാരിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നോക്കുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് ഒന്നും നടത്തുന്നില്ല, അവ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സംവിധാനമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് വർഷം നമ്മൾ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ പോയി പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കും പേടിയുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മുടേതായ വെഞ്ചറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ IIT ജോധ്പൂരിന്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി ഞാൻ ഇങ്ങനെ അന്വേഷിക്കുന്നതും കാണുന്നത്. അപ്പോ അത് ഭയങ്കര ഒരു റൈറ്റ് ടൈം ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു 2 മാസം കഴിഞ്ഞിട്ട് അവരെന്നെ കണക്ട് ചെയ്തത്. അപ്പൊ കണക്ട് ചെയ്തിട്ട് പറഞ്ഞു സിയാദിന്റെ പ്രൊഫൈൽ ഇങ്ങനെ ചെക്ക് ചെയ്തായിരുന്നു, റോസ് ചെക്ക് ചെയ്തായിരുന്നു, ഇപ്പൊ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിനെ ഡ്രോപ്പ് ചെയ്യണ്ട, ഈ പറഞ്ഞ പോലെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം, പഠിച്ചതിന് ശേഷം ഡിഗ്രി എടുക്കാം. അപ്പൊ കറക്റ്റ് ഈ പറഞ്ഞതുപോലെ IIT അലൂമിനി സെറ്റ്, അതായത് ഒരു IIT സ്റ്റുഡന്റിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും അതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. എപ്പോ വേണോ നമുക്ക് എന്ത് ചെയ്യാം, IITയിലോട്ട് പോയി ചേരാം, അവിടെ പോയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഭയങ്കര ഒരു സംഭവം. കാരണം
ഒരു കംപ്ലീറ്റ്ലി ഒരു ഫുൾ ടൈം അവിടെ ആയിട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൈം ഇപ്പുറത്തെ വശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യണം. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ട്. ഇപ്പൊ ദുബായിൽ നിങ്ങൾ ചെയ്യുന്നു, ഈ ഓരോ സ്റ്റേറ്റിൽ നിങ്ങൾ ചെയ്യുന്നു, ഓരോ സ്ഥലത്ത് ചെയ്യുന്നു, സ്കൂളിൽ ചെയ്യുന്നു. അപ്പൊ അതാണ് സത്യത്തിൽ നിങ്ങളാക്കുന്നത്. പക്ഷെ അതേ സമയത്ത് നമുക്ക് ഒരു അക്സസ്, ഇപ്പൊ നിങ്ങൾ അടുത്ത റൗണ്ട് ഫണ്ടിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ IIT എന്നുള്ളൊരു ലേബിൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ ഉണ്ട്, കണക്ഷൻസ്, നമുക്കിപ്പോ VCയുടെ വലിയൊരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പൊ അതാണ് ഇപ്പം പലപ്പോഴും പറഞ്ഞ പ്രിവിലേജ് ആണ്. IIT-കാർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജ് സിയാദിന് കിട്ടും. ഓൾറെഡി ടാൽഡ്രോപ്പിന്റെ എക്കോസിസ്റ്റത്തിന്റെ ഒരു പ്രിവിലേജ് ഉണ്ട്. ഇത് കിട്ടുമ്പോഴേക്ക് ഈ എക്കോസിസ്റ്റത്തിൽ നിന്ന് കിട്ടാവുന്നത് മുഴുവൻ എടുക്കുകയും നമുക്ക് IIT-യിലൂടെ പോകാൻ പറ്റുന്നതിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഒരു വലിയൊരു ഇമ്പാക്ട് അതിന്റെ അകത്തുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ സിസ്റ്റംസ് കറക്റ്റ് സ്കൂളുകൾക്കും കോളേജുകൾക്കൊക്കെ നടപ്പിലാക്കാൻ പറ്റിയാൽ അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാകും. കാര്യം നമ്മൾ ഈ പഴയതുപോലെ ക്ലറിക്കൽ വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഓരോ സ്കൂളുകളിലും ആ മാറ്റം വരണം. ഓരോ പാരന്റും ആ മാറ്റത്തിന് തയ്യാറാവണം. ആ കുട്ടികൾക്ക് അത് കിട്ടണം. ആ കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് എക്സാക്ട്ലി ഒരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ സിയാദിന്റെ ഒരു കപ്പാസിറ്റി എനിക്കറിയാം. കാര്യം 2017 മുതൽ അന്ന് കണ്ടു തുടങ്ങിയതാണ് സിയാദിനെ. അപ്പൊ ആ കപ്പാസിറ്റി ഞാനിപ്പോ പലപ്പോഴും നമ്മുടെ സെഷൻസിൽ നമ്മുടെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക് പറയുന്ന സംഭവം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ ഇപ്പൊ ആളുകളുണ്ട്. അപ്പൊ നിങ്ങളുടെ സക്സസിന് എത്രത്തോളം ഇമ്പോർട്ടന്റ്. ഇപ്പൊ ടാൽഡ്രോപ്പിനെ പരിഹസിച്ച ആളുകള്, ടാൽഡ്രോപ്പ് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, സ്കാം ആണെന്ന് പറഞ്ഞ സംഭവങ്ങൾ, അവർക്ക് നമ്മൾ പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾക്ക് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല. കാര്യം 2017 ഒരു സ്കൂളിൽ നമ്മൾ ക്യാമ്പസിൽ ഇൻഡസ്ട്രിയുടെ ആദ്യത്തെ ഒരു IT പാർക്ക് നമ്മൾ ക്യാമ്പസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ₹1 റിട്ടേൺ കിട്ടാത്ത ഇൻവെസ്റ്റ്മെന്റ് ആണത്. അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അവിടുന്ന് ടാലന്റ് വന്നു, ഇൻഫ്രാസ്ട്രക്ചർ ദെൻ ടാലന്റ്, എന്നിട്ട് അവർ ഇന്നോവേഷൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഉണ്ടാക്കി. അപ്പൊ ഞാൻ അന്ന് കൃഷ്ണവിലാസ് അപ്പർ പ്രൈമറി സ്കൂളിൽ 30 ലക്ഷം രൂപയാണ് ടെക്കീസ് പാർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ ഒരു 6 വർഷത്തെ ഓപ്പറേഷണൽ എക്സ്പെൻസ് 60 ലക്ഷം, ടോട്ടൽ ഒരു 90 ലക്ഷം രൂപ നമ്മളവിടെ സ്പെൻഡ് ചെയ്ത്, 1 കോടി സ്പെൻഡ് ചെയ്യുന്ന പറയാം. ആ 1 കോടി അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ 4 വെഞ്ചേഴ്സ് ഉണ്ടായി. നിങ്ങൾ സ്വിഗ്ഗിയുടെ 1% വലിപ്പാക്കിയാൽ 1 കോടി ഇൻവെസ്റ്റ്മെന്റ് 4000 കോടി റിട്ടേൺ ആണ്. വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റിനും ഗോൾഡിലോ റിയൽ എസ്റ്റേറ്റിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നമ്മുടെ ടാലന്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ടാലന്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും വലിയ ഡിജിറ്റൽ അസറ്റ്സുകൾ ഉണ്ടാക്കുകയും ഇതൊക്കെ IPO-ലേക്കൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ ഇൻകം ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പൊ ടാൽഡ്രോപ്പിന്റെ പ്രോജക്ട് ഞാൻ പറഞ്ഞതാണ് ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, ഇന്നോവേഷൻ. അപ്പം സിയാദ് സക്സസ് ആകേണ്ടത് നമ്മുടെ ഒരു വലിയ വാലിഡേഷൻ ആണ്. കാര്യം നമ്മളൊരു സ്കൂളിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിയാൽ അവിടെ നിന്ന് ഒരു 8-9 വർഷത്തിനുള്ളിൽ ഒരു മാർക്ക് സുക്കർബർഗ് ഉണ്ടാകുമെന്നും ഒരു ഫേസ്ബുക്ക് ഉണ്ടാകുമെന്നും അത് അടുത്തൊരു 5-10 വർഷത്തിനുള്ളിൽ ഗ്ലോബൽ വെഞ്ചർ ആകുമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എത്ര വർഷം വേണമെന്ന് ആലോചിക്കേ. ഒരു റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇത്രയും സമയമാണ്. പക്ഷെ ഇപ്പൊ ആലോചിക്കേ 10,000-കണക്കിന് സിയാദുമാർ ഇതിന്റെ അകത്തുണ്ട്. നിങ്ങളൊന്ന് പോയാൽ അവർ റിലേറ്റ് ചെയ്യും. കാര്യം ഞാൻ അവരെ മാർക്ക് സുക്കർബർഗിനെ കൊണ്ട് എനിക്ക് അവർ റിലേറ്റ് ചെയ്യിക്കത്തില്ല, ജെഫ് ബെസോസിനെ കൊണ്ട് റിലേറ്റ് ചെയ്യിക്കത്തില്ല, ജാക്മയെ കൊണ്ട് റിലേറ്റ് ചെയ്യിക്കത്തില്ല. അത് അമേരിക്ക അല്ലേ, അത് ചൈന അല്ലേ. പക്ഷെ സിയാദിനെ നോക്കുന്നു എനിക്ക് പറയാം. കാര്യം കൊച്ചാലമൂട് എന്നുള്ള തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങോട് എന്നുള്ള പഞ്ചായത്തിൽ കൊച്ചാലമൂട് എന്നൊരു ഗ്രാമത്തിലെ ഒരു ചെറിയ ഒരു കുഞ്ഞു പയ്യൻ, ഒരു ഗവൺമെന്റ് സ്കൂൾ, എയ്ഡഡ് സ്കൂളിൽ പഠിച്ച ഒരാള് ഇന്ന് ഈ ലെവലിലേക്ക് നിൽക്കുന്നത് എക്സാമ്പിൾ ആണ്. ഈ കേരളത്തിലും ഇന്ത്യയിലൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്, ഇതൊന്നുമില്ലാതെ സക്സസ് ആയവരുണ്ട്, അത് എക്സെപ്ഷൻസ് ആണ്. പക്ഷെ നിങ്ങൾ എക്സാമ്പിൾസ് ആണ്. നിങ്ങൾക്ക് ആ സ്കൂളിലെ ഇൻഫ്രാസ്ട്രക്ചർ കിട്ടി, ആ എക്സ്പോഷർ കിട്ടി, നിങ്ങൾ അതിലൂടെ വളർന്നു വന്ന സംഭവമാണ്. അമേരിക്ക എക്സാമ്പിൾ ആണ്, ചൈന എക്സാമ്പിൾ ആണ്. അതുകൊണ്ടാണ് അവിടെ 1000-കണക്കിന് സംരംഭം ഉണ്ടാവണം, നമുക്ക് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അത് എക്സെപ്ഷൻ ആണ്. എക്സാമ്പിൾസ് ആയിട്ട് എന്ത് ചെയ്യണം മാറണം. അപ്പൊ സിയാദിന് നമുക്ക് ഭയങ്കരമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ആ സിയാദ് കണ്ടില്ലേ. അപ്പൊ സിയാദിന്റെ സക്സസ്, സിയാദിന്റെ കൺസിസ്റ്റൻസി നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ഒരു 5 വർഷങ്ങൾക്കപ്പുറം ഒരു 30 പറഞ്ഞു കഴിഞ്ഞാൽ 30 സിയാദ് കേരളത്തിലെ ഒരു 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഒരു റോൾ മോഡലായി മാറും എന്നൊരു വിശ്വാസം ഉണ്ടോ? ഉണ്ട്. അതെന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നു? കാര്യം ഒന്നാമത്തെ കാര്യം ഇത്രയും വർഷത്തെ ആ ഒരു ജേർണിയിലുള്ള ആ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനുപരി ഈ പറഞ്ഞതുപോലെ ഇപ്പം നോർമലി ഇപ്പം നെക്സ്റ്റ് ഒരു 7 ഇയറിലേക്കുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ മെൻവേ അടുത്തൊരു 7 ഇയറിൽ പ്രൊജക്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി ഞാൻ പ്ലാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ ഓരോരുത്തരടുത്തും വാലിഡേറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. ഇപ്പോഴത്തെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഞാൻ ഓരോ ടീച്ചേഴ്സിന്റെ അടുത്തും അതുപോലെ തന്നെ പ്രിൻസിപ്പൾസിന്റെ അടുത്തും ഞാൻ ഇത് വാലിഡേറ്റ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ അവര് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ഇത് ഭയങ്കര അടിപൊളിയാവും. കാരണം അവർ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഓൾറെഡി ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരായതുകൊണ്ടും അവരിപ്പോ പറയും. അതായത് ഈ പറഞ്ഞ പോലെ ഞാനൊരു ടീച്ചറായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഒരു സ്കൂളിൽ പോയി പഠിപ്പിച്ചിട്ടില്ല. എനിക്ക് ആകെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രൂ ഔട്ട് ജേർണിയിൽ ഞാൻ എടുത്തിട്ടുള്ള വർക്ക്ഷോപ്സും ഓറിയന്റേഷൻസും കാര്യങ്ങളും. അപ്പം ഈ ഒരു വാലിഡേഷൻ കറക്റ്റ് എനിക്ക് ആ ഒരു റൈറ്റ് ആൾക്കാരുടെ നിന്ന് കിട്ടുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ പോകുന്ന റൈറ്റ് പാത്തിലൂടെയാണ് എന്നുള്ളൊരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും.
വലിയൊരു മാതൃകയാകാൻ കഴിയും. കേരളത്തിലൊരു വലിയ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം ഞാനിപ്പോ പേഴ്സണലി എടുത്തൊരു ഫ്രെഡറിക് ടെർമാന്റെ റോളാണ്. സ്റ്റാൻഫോർഡിൽ 1940-45 ഒരു പ്രൊഫസർ അദ്ദേഹത്തിന്റെ ക്യാമ്പസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലാബ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഹ്യൂലറ്റ് പക്കാർഡ് 2 വിദ്യാർത്ഥികളൊന്ന് HP കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നു. ആ ഏരിയ ഉള്ള ഇൻഡസ്ട്രി പാർക്ക് ആവുന്നു. അത് പിന്നീട് ഗവൺമെന്റ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് സിലിക്കൻ വാലി ആവുന്നു. അവിടെ മാർക്ക് സുക്കർബർഗിന് 19 വയസ്സുകാരൻ വന്ന് ഫേസ്ബുക്ക് ചെയ്യുന്നു, ജെഫ് ബെസോസ് ആമസോൺ ഉണ്ടാക്കുന്നു, ഗൂഗിളിന്റെ മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള കാലിഫോർണിയയുടെ സിലിക്കൻ വാലി. ഇതുപോലെ നമ്മുടെ ക്യാമ്പസുകളിൽ ഇനിഷ്യേറ്റീവ് എടുത്താൽ നമുക്കും ഇവിടെ മാർക്ക് സുക്കർബർഗ് ഉണ്ടാകുന്നു, ഫേസ്ബുക്ക് ഉണ്ടാകും എന്നുള്ളതിൽ ഞാനൊരു ഫ്രെഡറിക് ടെർമാന്റെ റോൾ എടുത്തു. അത്ര ഈസി ആയിരുന്നില്ല സിയാദ് മനസ്സിലാക്കേണ്ടത്. ഈ സ്കൂളിൽ നമ്മളിത് പറയുമ്പോൾ ഇതൊന്ന് വിശ്വസിപ്പിക്കാൻ, നിങ്ങളെ ടീച്ചറിനെ വിശ്വസിപ്പിക്കാൻ, നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ, നിങ്ങളുടെ പാരന്റ്സിനെ വിശ്വസിപ്പിക്കാൻ എടുത്തൊരു എഫോർട്ട് ഉണ്ട്. അപ്പം ആളുകൾക്ക് അവർ മനസ്സിലാക്കപ്പെടാത്ത ഏതൊരു കാര്യം ചെയ്താലും അത് തട്ടിപ്പാണെന്ന് പറയുന്ന സ്ഥലത്ത് ഇത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം അല്ല, ഇത് ഗവൺമെന്റ് അഫിലിയേറ്റഡ് പ്രോഗ്രാം അല്ല, അവർക്ക് സിലബസ് ഇല്ല, അതില്ല ഇതില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ പറയാൻ കഴിയുന്നത് നിങ്ങൾ നിൽക്കേ, നിങ്ങളൊരു 8-9 വർഷത്തിൽ നിൽക്കേ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് എന്തിട്ടുണ്ട്, വെഞ്ചർ ഉണ്ടാകും, സ്റ്റാർട്ടപ്പ് ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. അപ്പൊ സിയാദിന് ഏതൊരു സ്റ്റാർട്ടപ്പും ഏതൊരാളുടെ മുമ്പിൽ ഇരുന്ന് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്നത് സൂപ്പർ സാധനമാണെന്ന് പറയും. സിയാദിന് അത് ബിൽഡ് ചെയ്യാൻ അറിയാം, അതിന്റെ AI മൊത്തം സിയാദിന് തന്നെ അറിയാം, ഔട്ട്സോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് മൊത്തം 0 ഇന്ന് എല്ലാം എൻഡ് ടു എൻഡ് ഉണ്ടാക്കാനും സിയാദിന് അറിയാം. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഒരു വലിയ വാലിഡേഷൻ ആണ്. ഇനി അത് നമുക്ക് കേരളവും ഇന്ത്യയും ലോകവും കടന്ന് അത് ഈ പറയുന്ന കണക്ക് എന്താണ് IPO-യിലൊക്കെ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് റിയൽ വാലിഡേഷൻ തുടങ്ങുന്നത്. അപ്പം എന്തായി, ഇതേ മോഡലിൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഇപ്പൊ കെട്ടിടം കെട്ടാണ്. ടെക്കീസ് പാർക്കുകളായിട്ട്, ഇൻവെന്ററി പാർക്കുകളായിട്ടും, ഗ്രാമങ്ങളിൽ വില്ലേജ് പാർക്കായിട്ടും കെട്ടിടങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ വരെയാണ്. ആ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ടാലന്റ് വരെയും. ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഒരു കോൺക്ലേവില് 2500 കുട്ടികളാണ് ഇപ്പൊ വന്നത്. ആ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടാലന്റുകൾ കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ടാൽറോപ്പിന്റെ എക്കോസിസ്റ്റത്തിൽ. അപ്പൊ ഇവര് റോൾ മോഡൽ ആക്കുന്നത് ഇപ്പം മാർക്ക് സുക്കർബർഗിനെ അല്ല, ഇപ്പം എന്താണ് മഹാദേവിനെയും സിയാദിനെയും യാസറിനെയും അതിലേക്കാണ് റോൾ മോഡൽ ആക്കുന്നത്. നിങ്ങളെ പോലെ ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സക്സസ് വരുമ്പോഴേക്ക് അത് കേരളത്തിൽ ഭയങ്കര ചരിത്രം തന്നെയായിരിക്കും, ഭയങ്കര ഇമ്പാക്ട് തന്നെയായിരിക്കും. 2030 കേരളം എങ്ങനെയാണ് സിലിക്കൻ വാലി ആകുന്നതെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഇത് കെട്ടിടങ്ങൾ കൊണ്ടല്ല. കെട്ടിടങ്ങൾ കെട്ടി ആ കെട്ടിടങ്ങളിൽ ടാലന്റുകൾ വന്ന് അവരുണ്ടാക്കുന്ന ഇന്നോവേഷൻസ് ലോകത്തെത്തി ലോക രാജ്യങ്ങളിൽ നിന്ന് ക്യാഷ് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട് വലിയൊരു കാലിഫോർണിയ പോലെ, നമ്മുടെ നാട് ഒരു സിലിക്കൻ വാലി പോലെ ആവും. കേരളത്തിൽ ലോകത്തിന്റെ ഒരു ടെക്നോളജിയുടെയും ഓണ്ടർപ്രണർഷിപ്പിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് മാറും. കാര്യം അതിന് മാത്രമുള്ള ടാലന്റുകൾ ഇവിടെ ഉണ്ട്, അത്രയും കിടിലം ഭൂപ്രകൃതി നമുക്കുണ്ട്, 365 ദിവസം സുന്ദരമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു നാടുണ്ട്. അപ്പൊ സിയാദ് ഒരു റെവല്യൂഷന്റെ തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും മെൻവായി ഒരു ഹ്യൂജ് സക്സസ് ആവും. കാരണം ഒരു മാർക്ക് സുക്കർബർഗിന് എന്ത് പൊട്ടൻഷ്യൽ ഉണ്ടോ അത് സിയാദിനുണ്ട് എന്ന് നമുക്കറിയാം. ടാൽറോപ്പിന്റെ എക്കോസിസ്റ്റത്തിലുള്ളവർക്കറിയാം. സിയാദ് അതേ തീയോടുകൂടി അതേ ഒരു പെയിൻ എടുത്ത് നമ്മളൊരു സമൂഹത്തിന്റെ മാതൃകയാണെന്നും ഞാൻ സക്സസ് ആയി ലോകത്തിന്റെ മുമ്പിൽ വന്നാൽ അത് ഒരു തലമുറയ്ക്ക് തന്നെ പ്രചോദനമാകുമെന്നും, അപ്പം എക്സ്ക്യൂസ് ആയിട്ട്, അതായത് ടാൽറോപ്പ് ഇത്രയും എഫേർട്ട് എടുത്ത് ഒരു സംവിധാനം ഉണ്ടാക്കി ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ചുണ്ടാക്കുമ്പോൾ ഞാൻ വൺസ് റിസൾട്ട് ആയ ടാൽറോപ്പ് വാലിഡേറ്റ് ചെയ്യപ്പെടും. ടാൽറോപ്പ് വാലിഡേറ്റ് ചെയ്യപ്പെട്ടാൽ ഇവിടെ ഉള്ള എന്ത് ചെയ്യും, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ത് ചെയ്യും, ടാലന്റുകളുടെ പുറത്ത് ചെയ്യും. ഇപ്പൊ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും തയ്യാറല്ല, എല്ലാവരും സ്വർണ്ണ കച്ചവടത്തിലും തുണി കച്ചവടത്തിലുമാണ്. പക്ഷെ നമ്മുടെ ടാലന്റുകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കും. സാം ആൽട്ട്മാനൊക്കെ ഓപ്പൺ ചെയ്ത് തുടങ്ങി 7ാമത്തെ വർഷം മീഡിയയുടെ മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിന് റവന്യൂ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞതാണ്. എനിക്കറിയില്ല ഇതിന് എങ്ങനെ റവന്യൂ ഉണ്ടാക്കണമെന്ന്. കാരണം അന്ന് അപ്പൊ ആളുകൾ ചോദിക്കും, എന്നിട്ട് അവൻ പറയുന്നതാണ് ഞാൻ ഇതിനോട് തന്നെ ചോദിക്കും എങ്ങനെ റവന്യൂ ഉണ്ടാക്കണം. അപ്പൊ എല്ലാ മീഡിയക്കാരും ചിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ ബിസിനസ് മോഡലും റവന്യൂ മോഡലും ചോദിക്കുന്ന ChatGPT അടുത്താണ്. അപ്പൊ ഒന്ന്, അവൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിലുള്ള അവന്റെ കോൺഫിഡൻസ്. 2, അവന് ആ ഒരു എങ്ങനെ റവന്യൂ ഉണ്ടാക്കണം എന്ന് പോലും അറിയാത്തൊരു വെഞ്ചറിൽ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവിടെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ടാലന്റുകളെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവിടെ ഫണ്ട് ഉണ്ട്. പക്ഷെ അവർക്ക് ആർക്കും സക്സസ് സ്റ്റോറീസ് ഇല്ല. അപ്പൊ നിങ്ങളൊരു സക്സസ് സ്റ്റോറി ഉണ്ടാക്കിയാൽ, ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ 10 ലക്ഷം ഇട്ട് 134 കോടി കിട്ടി എന്നുള്ളത് കൊണ്ടാണ് അവിടേക്ക് ഇപ്പൊ ഫണ്ട് എന്ന് പറയുന്നത്. കേരളത്തിൽ അതുപോലത്തെ സക്സസ് സ്റ്റോറീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഫണ്ട് വരാത്തത്. അപ്പൊ നമുക്ക് റിസ്ക് ക്യാപിറ്റൽ വരണം, ഇവിടുത്തെ ടാലന്റുകളെ വിശ്വസിച്ച് ചെയ്യണം. അപ്പം ഒരു 2030 ഇവിടെ ഫണ്ട് ഒഴുകണമെങ്കിൽ സിയാദ് സക്സസ് ആവണം. വലിയൊരു സക്സസ് ആയിട്ട് സിയാദിന്റെ സ്റ്റാർട്ടപ്പ് മാറട്ടെ, ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കട്ടെ, ഇവിടുത്തെ ഒരു മാതൃകയാവട്ടെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമുക്ക് പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സിയാദ്.